ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഈ വൈറ്റമിൻ ഇനെ കുറിച്ചാണ്. ഇത് ബേസിക് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഹായ് എവരിവൺ, വെൽക്കം ടു OLIVIA. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഇ വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒക്കെ എങ്ങനെ ഗ്ലോ ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നമുക്കറിയാം, നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇത് ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. പിന്നെ ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന്, നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഗ്ലോ ചെയ്യിപ്പിക്കാനൊക്കെ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യും. ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഈ വൈറ്റമിൻ ഇനെ കുറിച്ചാണ്. ഇത് ബേസിക് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത് മെയിനായിട്ട് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിനെ ഹാം ചെയ്യാൻ വരുന്ന എല്ലാ റാഡിക്കൽസിനെയും ഇത് ന്യൂട്രലൈസ് ചെയ്യും. ഇപ്പം നമ്മുടെ സ്കിന്നെ എന്തെങ്കിലും ഹാം ചെയ്യാനായിട്ട് വരുന്ന എന്ത് തിങ്സ് ആയിക്കോട്ടെ അതിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ഹെയർ ഗ്രോത്തിന്, നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനായിട്ട്, പിന്നെ നമ്മുടെ റിങ്കിൾസ് ഫ്രീ ആയിട്ടുള്ള സ്കിന്ന്, പിന്നെ നമ്മുടെ ആൻറ്റി ഏജിങ്, പിന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ താരമുള്ള ഡാർക്ക് സർക്കിൾസ്, പിന്നെ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബ്രൗൺ കളറിൽ പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലും ഉണ്ടല്ലോ, ഇതൊക്കെ ഇത് നന്നായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. ഇതിങ്ങനെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു സ്ട്രിപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും വാങ്ങാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് 30 റുപ്പീസേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് താഴെ ഇടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾ അവിടെ ജസ്റ്റ് ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും. അത് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഗ്രീൻ കളറാണ്. 1 more വരും ഒരു യെല്ലോ കളർ ക്യാപ്സ്യൂളിൽ വൈറ്റമിൻ ഇ തന്നെ വന്നിട്ട് അതെല്ലാം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഗ്രീൻ കളർ വരുന്ന 400 mg ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നറിഷ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. ഇപ്പം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന പോലെ, നമ്മൾ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്ന പോലെ ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് നാളെ കാണത്തില്ല. നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് വീക്കിലി ഒരു 2 എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം. എന്നാലേ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും ഇത് യൂസ് ചെയ്താൽ, ഇത് ഹാം ചെയ്യുന്ന പ്രോഡക്റ്റ് ഒന്നുമില്ല. ഇത് നമ്മൾ വേറെ ഹാം ചെയ്യുന്ന പ്രോഡക്റ്റ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നൊക്കെ ഇത് നന്നായിട്ടായിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുത്തേക്ക്. അപ്പം ഇത് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളിനി ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യണം. നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഉള്ള സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ക്യാപ്സ്യൂൾ നമ്മുടെ ഫേസിന് വേണ്ടി നമ്മൾ ഇതിനകത്തുനിന്ന് 2 ക്യാപ്സ്യൂളാണ് എടുക്കുന്നത്. അപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് ഇതിപ്പോൾ 2 ക്യാപ്സ്യൂൾ ഞാൻ എടുക്കുന്നുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. എന്നിട്ടൊരു ജസ്റ്റ് ഒരു സിസേഴ്സോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് ജസ്റ്റ് ഇത് കയ്യിലെടുത്താൽ മതി. നമ്മൾ വീണ്ടും ഇതൊരു ചെറിയൊരു വെസലിനകത്തോട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്തെ ആ ഓയിൽ ഫുൾ അതിൽ ആവും. അതുകൊണ്ട് ജസ്റ്റ് സ്ക്വീസ് ചെയ്യുക, ഇങ്ങനെ പൊട്ടിച്ച് കയ്യിലോട്ട് തന്നെ എടുത്തിട്ട് പറ്റുക. ഇതുണ്ടല്ലേ, അപ്പോൾ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. അത് സ്ക്വീസായിട്ട് ചെയ്തിട്ട് എടുക്കുക. ഓയിൽ പോലെ ഇത് നന്നായിട്ട് കയ്യിൽ തന്നെ എടുത്താൽ മതി. അടുത്തത് കൊണ്ട് പൊട്ടിക്കാം. നല്ല തിക്കായിരിക്കും ഇത്, ഓയിൽ പോലെ അങ്ങനെ അങ്ങോട്ട് ഇത് ഒഴുകി പോവില്ല. കണ്ടില്ലേ, പിന്നെ ആ തിക്നെസ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കയ്യിട്ട്. എന്നിട്ട് ഇതപ്പോൾ നമ്മൾ കണ്ടില്ലേ, നിങ്ങൾ നന്നായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ നിങ്ങളുടെ ഫേസിൽ ഫുള്ള് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഒരു 15 to 20 minutes ആയി. ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 5 minutes
നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് നമുക്ക് വാഷ് ഔട്ട് ചെയ്തിട്ട് വരണം. വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ട് ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്ത് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം ജസ്റ്റ് ഒരു ഭയങ്കര ഗ്ലോ. നമ്മൾ എത്ര ഇതൊന്ന് ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് അതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ല തിക്നെസ് നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യും, നല്ലൊരു സോഫ്റ്റ്നെസ്. പക്ഷേ ഇത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ട്വൈസ് വീക്ക് യൂസ് ചെയ്തില്ലേ ഇതിൻ്റെ എഫക്റ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ട്വൈസ് ആയിട്ടെങ്കിലും യൂസ് ചെയ്യണം. ഇനി നമുക്ക് ഇത് ഒരു റോസ് വാട്ടർ വെച്ചിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വൈപ്പ് ചെയ്യണം. ഞാനിവിടെ റോസ് വാട്ടർ യൂസ് ചെയ്തിരിക്കുന്നത് ഡാബറിൻ്റെ ആണ്. ഒരു ജസ്റ്റ് ഇച്ചിരി കോട്ടൺ എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഇത് ആസ് എ ടോണർ, സ്കിൻ ടോണറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ഗുഡ് റിസൾട്ട് 100% കിട്ടുമെന്ന് ഞാൻ പറയുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. അപ്പോൾ അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും.